എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പ് ഒറ്റുകണ്ട് നമ്മളെ ഇജാസ് ഉണ്ട് കേട്ടോ, നമ്മളെ UK കാരൻ ഇജാസ്. നമ്മൾ റുവാണ്ട എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ ഓനക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അക്കകര നാഷണൽ പാർക്കിൽ ഗെയിം ഡ്രൈവിന് പോവാം. നമ്മളെ യുവർ നെയിം? അയ്യൂബ് ബ്രോയും ഉണ്ട് നമ്മളെ കൂടെ. 40 ലിറ്റർ ആയില്ലേ? 66,000 അടിച്ചു. ഇങ്ങനെ ഫുള്ളായിക്കൊണ്ടിരിക്കണ്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഫുൾ ടാങ്ക് ഇല്ലെങ്കിൽ ഉള്ളിൽ കയറ്റില്ല എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ സ്വന്തം വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഫുൾ ടാങ്ക് ഇല്ലെങ്കിൽ ഉള്ളിൽ കയറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിലൂടെ സ്റ്റക്കായി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള എണ്ണ വേണ്ടേ. ഇതാണ് വെൽക്കം ടു അക്കകര നാഷണൽ പാർക്ക് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അക്കകര നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് എത്തിട്ടോ. Yes, South Gate? South Gate. Okay. So welcome. Thank you. We come back the same way or another route? If you want, Okay. you can pass here or not. Okay. Yeah. Which one is better? From here, do you want to go to Chichigari? Yes. Yeah, better one is here, South Gate. This one? Yeah. This is the nearest one. This is the near one. Okay. Yeah. And if you are going to chase the lion area, then which one is better to come out? Yeah. This one same? Yeah, the same. Okay. Okay. ഇപ്പം നമ്മൾ പട്ടാളക്കാരൻ നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടേ അവസാനം നമുക്ക് ട്രാക്കർ തന്നു ഉണ്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ട്രാക്ക് ചെയ്യാനും നമ്മൾ മൃഗങ്ങളെ ട്രാക്ക് ചെയ്യാൻ പരസ്പരം കണക്ട് ചെയ്യാനുള്ളതാണെന്ന് അറിയില്ല. എന്താ ഇതിക്കണ് സ്മാർട്ട് പാർക്ക് ചാർജിങ്. ഇപ്പം നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ള സംഭവമായിരിക്കും അല്ലേ. നമ്മളെ വണ്ടി എവിടെയെങ്കിലും പെട്ടാൽ നമ്മളവിടെ വന്ന് കണ്ട് നമ്മളെ രക്ഷിക്കാനുള്ള സാധനമായിരിക്കും വേണമെങ്കിൽ. ഏതായാലും അക്കകര നാഷണൽ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. കാരണം ഇനി ഒരു 3 കിലോമീറ്റർ കൂടി പോയിട്ടാണ് നമ്മളെ പാർക്കിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അക്കകര നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലെത്തിട്ടോ. ചെക്ക ഒന്ന് കാണാൻ തരുമോ? ഒന്ന് കാണാൻ തരണം കേട്ടോ. എന്നെ കാണാനാണ് മെയിനായിട്ട് നമ്മൾ പോയിരുന്നത്. ഇങ്ങോട്ട് വരുന്നവർക്കൊന്നും എന്നെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. നമ്മുടെ ടിക്കറ്റിന് ക്യൂവാ. Now in southeast, Okay. which is here, and letter D. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ അക്കകര നാഷണൽ പാർക്കിൻ്റെ മാപ്പ് കേട്ടോ. 5 to 6 hours എന്നല്ല പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ട് 5 to 6 hours ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇവിടെയാണ് നമ്മളുള്ളത്. ഈ ഗേറ്റിലുള്ളത് ഇവിടെ. ഇനി ഇവിടുന്ന് ഇതുവരെ ഇത് ഈ ഒരു ഭാഗം വരെയാണ് ഫുള്ള് എനിമൽസും കാര്യങ്ങളും ഉള്ളത്. ഇവിടെയാണ് സിംഹമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ജിറാഫും ബഫാലോസും പിന്നെ അങ്ങനത്തെ ഓലൊക്കെ അവിടെയുണ്ട്. ആന ഇവിടെയും താഴെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അനിമൽസും പോലും ഇന്നലെ സ്പോട്ട് ചെയ്തതാണ്. നമുക്ക് ഭാഗ്യമുണ്ടോ അറിയില്ല. അത് ഇജാസിൻ്റെ ഭാഗ്യം പോലെയാണ്. ഇജാസ് ബർക്കത്തുണ്ടോ ഇല്ല എന്നുള്ള നമ്മൾ ഈ ഒരു ട്രിപ്പിൽ തീരുമാനിക്കും. ഇജാസിന് ഇഞ്ഞ് കൊണ്ടടക്കണോ വേണ്ടതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ടാൻസാനിയ റുവാണ്ട ബോർഡറാണ്. ഈ ബോർഡർ വരെയാണ് ഈ പാർക്ക് ഉള്ളത്. പിന്നെ ഈ കാണുന്ന ഇതിങ്ങനെയുള്ളത് ഈ വെള്ളം ഇങ്ങനെ കാണുന്നത് റിവറാണ്, കഗേര റിവർ. ടാൻസാനിയ റുവാണ്ട തമ്മിലുള്ള ബോർഡറും ആ റിവർ തന്നെയാണ്. അതുതന്നെയാണ് നമ്മളെ പാർക്കിൻ്റെ ബോർഡറും. ഞങ്ങളെ അക്കകര പാർക്കിൻ്റെ ഉള്ളിലുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ട് എന്തോ മൃഗങ്ങളെ കാണുന്നുണ്ട്. എലഫൻസാ അപ്പുറത്തിങ്ങനെ കാണുന്നില്ലല്ലേ. എന്തോ ഉണ്ട്. അതാണ് ഇവലിങ്ങനെ ഒരു ലോങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർ മറ്റേ ക്യാമറയൊക്കെ ഉണ്ട്. എന്താ ഇവിടെ? ബേർഡ്സ് വാച്ചിങ് ഒക്കെയാണ്. കാരണം അവർക്ക് അതിൻ്റെ മേലുള്ള ഇതിനൊക്കെ കണ്ട. ഇങ്ങനെയാണ് ഇവിടുത്തെ സഫാരി വെഹിക്കിളുകൾ. ഹലോ. ഉഗാണ്ടൻ വണ്ടിയാ. ഒരു ബേർഡ്സിനൊക്കെ വാച്ച് ചെയ്ത് ആടെ മേലെ കൂടെ ഇങ്ങനെ പറക്കണൊക്കെ ഉണ്ട്. അതാ പോണതൊക്കെയാണ്. അതെ നമ്മള്
ഒരു ചെറിയ വലിയ വലിയ ആഗ്രഹങ്ങളാണ്, എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. He was killed last week. സിംഹം തിന്ന് ഒഴിവാക്കി പോയതാട്ടോ. സിംഹം തിന്നുകാണ്ട് ഇവിടെ വാക്കിയിട്ട് പോയതാ. നല്ല നല്ല ആസ്വദിച്ച് തിന്നുകണ്. കാരണം അതിനൊന്ന് നല്ല റിബ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ആള് നമുക്ക് റെയിനോ ആണ് കേട്ടോ. റെയിനോ അതങ്ങനെ നടക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇതിൽ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ കണ്ട് ആസ്വദിക്കേണ്ടി വരും. Can you pass on him? നമ്മളെ റെയിനോന്റെ അടുത്ത് എത്തിട്ടോ. Wow, that is fantastic. പൊളിലേ? ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത ഉണ്ട്. Can you stop? Yeah, because the other vehicles are coming. പോയോ? പോകുന്നുണ്ട്. ബബൂൺസ് കേട്ടോ. കുരങ്ങന്നെ വേറൊരു ടൈപ്പ്. ഇവര് നമ്മളെ ഗൈഡ് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ഫെൻസൊക്കെ ചാടി അല്ലേ റെസിഡൻഷ്യൽ ഏരിയക്കൊക്കെ പോകുന്നു. നമ്മളിത് അവിടുത്തെ ലേക്കിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലേക്ക്? ഇഹേമ. And it's the second biggest lake. റുവാണ്ടയിലെ 1-ാം നമ്പർ ലേക്ക് കിവു, കഴിഞ്ഞ് 2-ാം നമ്പർ ഏറ്റവും വലുപ്പം ഉള്ള 2-ാമത്തെ ലേക്ക് അക്കകര നാഷണൽ പാർക്കിനകത്തുള്ള ഇഹേമ ലേക്കാണ്. ഇതിന്റെ തീരത്ത് വല്ല മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വരുന്നുണ്ടോന്ന് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി പോവാ ഞങ്ങള്. അയ്യവാ നമ്മളെ വണ്ടിക്ക് താനായിരുന്നു. പൂരത്തിനുണ്ടോ? Can you shut off the engine? രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ എല്ലാരും ഒന്ന് വന്നാൽ മതി കേട്ടോ. കിട്ടുകാച്ചി സാധനം എങ്ങനെയുണ്ട്? രക്ഷയില്ല കേട്ടോ. തൊട്ടടുത്ത് കൂടെ ഇവിടെ എത്തിയപ്പോൾ ഒന്നിങ്ങനെ തുമ്പിക്കൈ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോളേ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അപ്പോൾ പൊളി സാധനമാണ്, പൊളി സാധനം. ചേസ് ചെയ്ത് പിടിക്കാൻ. Stop. Please, if I tell you stop. Fun off.
How was it? Good. Fun. It was amazing. I was like, I died. Felt like ഇവിടെ വീണ്ടും ഒരു കൂട്ടം ആനകളുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. വലതാ അവിടെ ആ ആന അതുപോലെ പുറത്ത് മൊത്തം പൊടി വാരിട്ടാണ്. ചൂട് വെക്കാനുള്ള ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ വേനൽക്കാലമായോണ്ടേ കുഴപ്പമില്ലാത്ത ചൂടുണ്ട്. ഇവിടെ ഉണ്ടല്ലേ. wow. ഫാമിലി ആയിട്ട് അങ്ങോട്ടോ പോകുന്നു. മൊത്തം ഒരു ഫാമിലി ട്രിപ്പ് ഇറങ്ങിയതാ. നമ്മൾ ബാച്ചിലർ ട്രിപ്പ് ഇറങ്ങിയാല് എടുത്തൊക്കെ എത്തുമ്പോൾ വലിപ്പം കൂടുന്നുണ്ട് അല്ലേ. എന്നാലും ആ നേരത്തെ നമ്മളെ ഓം മുന്നിക്ക് നടന്നതാ. ഇവര് ബാക്കില് കോമ്പറ്റീഷൻ കാരണം വയസ്സായക്കാരെ ഇവര് ചവിട്ടി പുറത്താക്കണാണ്. അതാണ് ഒറ്റക്ക് പോണെന്നാ പറഞ്ഞത്. മറ്റോനെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാരെ ഇവര് ചവിട്ടി പുറത്താക്കുന്നു. കോമ്പറ്റീഷൻ ഗ്രാൻഡ്മയാണ് പോലെ ലീഡർ എന്ന്. മുത്തശ്ശി ലീഡർ. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളെ ചവിട്ടി പുറത്താക്കും. വല്ലാത്ത സംഭവം എന്നല്ലേ. ഓരോ മൃഗങ്ങൾക്ക് ഓരോ റൂളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഓണാവഞ്ഞി ഓണാണ്. ഇവനെ നമ്മൾ വണ്ടി വന്നപ്പോൾ അവനാണ് സ്റ്റക്കായി. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മളിനി ഫുൾ സ്ലോ ആയി കണ്ടോ. നമ്മൾ നിന്നപ്പോൾ വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങി. വല്ലാത്ത സംഭവം തന്നെ അല്ലേ. വളരെ കണ്ട പ്രായം തോന്നുന്ന രീതിയിൽ അല്ലേ. ഫുള്ള് ചുളിഞ്ഞ് അതെ. സ്റ്റോപ്പ് കുട്ടിക്കൊമ്പനാട്ടോ കേട്ടോ. കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. കഴിഞ്ഞില്ലേ. മൂന്നാമത്തെ ആള് വന്നു. It's a grandma. See the ears. Oh, that is the grandma. ഇതിന്റെ ചെവിന്റെ ഡിസൈൻ ഉണ്ടോ. She has a GPS on the neck. Oh, wow, there are more and more. This is beautiful. ഇതെന്താണ്. എനിക്ക് ടാൻസാനിയയുടെ മെസ്സേജ് ഒക്കെ വന്നു തുടങ്ങി. ബോർഡർ മാറി. ബോർഡറാ ഫുള്ള്. അതാണ് കഴിഞ്ഞില്ലേ. പഠിച്ചോനെ പുളിന്റെ ഇലയൊക്കെ തിന്നാട്ടോ. എന്നിട്ട് അതാണ് ആ പുലിയായി നടക്കുന്നത്. ബബൂൺസ് ഒരു മെയിൻറ്റും ഇല്ലല്ലേ കാക്കക്ക്. നിലത്തുനിന്നൊക്കെ എടുത്ത് നിന്നേ. അതിൻ്റെ ഉണ്ട്. ആദ്യം എത്തിക്കാൻ കയറിയാലോ. മാനുപ്പാ ഒരു മെയിൻറ്റും ഇല്ല കേട്ടോ. ഈ സൈഡിക്ക് കുറച്ച് ആൾക്കാർ പോയിന് പോലെ ഇനി ഈ സൈഡ് കൂടെ വരുമോ. ഇവിടെ കാണാൻ തന്നെ അല്ല. അതിൻ്റെ അതാ ഇതിലെ കൂടണാക്കണ്. അത് വേറെ ആണല്ലോ. അത് ബബൂണല്ല. കുരങ്ങ. ഒരു കുടുംബക്കാരെന്തെങ്കിലും കാര്യമാണെങ്കിൽ കസിൻസ് കയറി ചിലപ്പോ. എൻ്റെ മുഖം ഉണ്ടല്ലേ. ഫാമിലി ഗെറ്റ് ടുഗദർ എന്തോ ഉണ്ട്. മൊത്തം അത് ബബൂൺസും ഉണ്ട്. എല്ലാം ഉണ്ട്. മങ്കീസും ഉണ്ട്, ബബൂൺസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ എന്തോ സമ്മേളനം എന്തോ ഉണ്ട് അവിടെ. ലൈക്കിൻ്റെ തീരത്തെത്തിട്ടോ. ഇപ്പോഴും മുതലുകളൊക്കെ ഒരുപാടുണ്ട് ഇതിൽ. പക്ഷേ എന്താ അറിയില്ല, നമ്മൾ പേടിച്ചിട്ടാ തോന്നുന്നു. ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടോ ഇല്ലേ. ഒന്നാമത് ഇജാസ് വന്നുകൊണ്ടാണ് തോന്നുന്നു. ഒരു വല്ലാതെ ഇങ്ങോട്ട് അടുക്കണില്ല. പേടി. കാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊരു വാർത്ത. ഈ കാട്ടിൽ 2 പുലി വേണ്ടാന്ന്. ആ വാർത്ത കാടങ്ങും പരന്നു. അതുകൊണ്ട്
പുല്ലിനെ കാണലെന്ന്. ഇവിടെ കാടേ, ഈ കാടിന്റെ പ്രത്യേകത പറയുമ്പോൾ ആഫ്രിക്കയിലെ കാട് ഇങ്ങനെയൊക്കെയാണ്. ഈ കള്ളിമുൾച്ചെടിയും പുല്ലും കുറേ ലോങ് ഈ പുല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് ഏരിയയിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ കുറച്ചുകൂടി വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ജിറാഫ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാട്ടിലെ അവസ്ഥകൾ. വലിയ നമ്മളെ നാട്ടിലത്തെ പോലെ ഇടതൂർന്ന വനങ്ങളൊന്നുമില്ല ആഫ്രിക്കയിലുണ്ട്. അങ്ങനെയല്ല, അവിടെ എല്ലാ മൃഗങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാ മൃഗങ്ങളുണ്ടാവുക ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ട്. അതാണ് അപ്പോൾ ആഫ്രിക്കൻ ഫോറസ്റ്റ് ഇങ്ങനെയൊക്കെ കേട്ടോ. ഞങ്ങള് ഇജാസും പിന്നെ നമ്മളെ ഗൈഡും നമ്മളെ അയ്യൂബും, അതെ, ഞങ്ങളിങ്ങനെ കാട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു സിംഹം ഇതിന്റെ ഒരു പുലി ഇതിന്റെ മുന്നേക്ക് ഇപ്പൊ ചാടിയിട്ട് ഞങ്ങൾ അറ്റാക്ക്. അത് ഞാൻ തട്ടൂല വിചാരിച്ചു, അടി തട്ടി. ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം വേണം. പക്ഷെ എന്നാലും ഒരു മുതലെങ്കിലും ഇങ്ങോട്ട് വരണല്ലോ. ആരും വരുന്ന കാണില്ല. അതെ, മുതലിനെ കണ്ടാലും മുതലാവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ സാധനം വാട്ടർ ബഗ്സ്. വാട്ടർ ബഗ്സ് ആണിത്. നമ്മളെ മാനിന്റെ വേറൊരു വിഭാഗം. അവിടെയൊക്കെ ഉണ്ടാവും. കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള അത്യാവശ്യം തടി മണ്ണൊക്കെ വരും. അവിടെയൊക്കെ അത്യാവശ്യം വലുപ്പുണ്ട്. ഇത് കുട്ടികളാ, ബേബീസ്. വേഗം അമ്മൻ്റെ അടുത്ത് കൂടി. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അടുത്ത ടീം അവിടെ. പുലി വരുന്ന അതാണ് നമ്മളെ കണ്ടിട്ടേ, എന്നെ കണ്ടിട്ടാണ്. പിന്നെ എന്നെ ഒരു സമ്മതിച്ചിരുന്നു എന്നുള്ളൂ. വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് വേണ്ടി സമ്മതിക്കാന്. കിട്ടൂല. പക്ഷികള്, കൊക്ക്, ഇവിടെയൊക്കെ കുറേ പക്ഷികളുണ്ട്. അത് അറുത്തിങ്ങനെ കുത്തുകുത്ത് കണ്ടിട്ടില്ലേ. അങ്ങനെ നമ്മളെ ഡ്രൈവിംഗ് സീറ്റ് മാറിക്കൊടുത്തു കഴിഞ്ഞ് ഇജാസിന്റെ പെർഫോമൻസ് ആട്ടോ. ഇജാസിന് പൊടി പാറിക്കണ പെർഫോമൻസ് ആണ് ഇവിടെ നടക്കാൻ പോണത്. ഡ്രൈവർ വണ്ടി എടുക്കൂ. അപ്പൊ നമ്മള് കൊക്കിനോടൊക്കെ യാത്ര പറഞ്ഞാണ്ടേ ഇവിടെ നമ്മള് സങ്കടം ഉണ്ടോ? യാത്ര പറഞ്ഞ് പോവാ. കാരണം ഇനിയിപ്പോ നമ്മളെന്താ കാണാറില്ലല്ലോ. സീബ്രകള് നല്ലൊരു കൂട്ടം ഇവിടെ പോയിക്കണ് കേട്ടോ. കാരണം മൊത്തം അപ്പിട്ട് പോയിക്കണ്. മനസ്സിലാവും. രസമുണ്ട് ലൈക്ക് ഇങ്ങനെ കാണാന്. വൈ ഇറ്റ്സ് കോൾഡ് വാട്ടർ ബഗ്സ്? It's drink a lot of water. If they get scared, they go hide in water. Oh, they get hide in water. Okay, വെള്ളത്തില് അത് പേടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒളിച്ചു വെക്കുന്നവരാണ്. അതുകൊണ്ട് വാട്ടർ ബഗ്സ്. ഓ, പൊളിസാണ് അല്ലേ. How long they will hide in the water? Depends, like if the lion is around, they go standing in water. For long time. Yeah. ഓ, കുറേ നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നവരാണ്. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഇജാസ് അവതരിപ്പിക്കാൻ പോകുന്ന മൃഗമാണ് സീബ്ര. അവിടെ എലിഫൻസ്, ഇവിടെ മാന്, ഇപ്പുറത്ത് സീബ്ര. ഇജാസ് കൊണ്ട് ഓടിക്കൽ തുടങ്ങിയപ്പോ എല്ലാരും കൂടെ വരുന്നത്. ഇനിയൊരു പുലിയും കൂടി അല്ലേ, പിന്നെ ഒരു സിംഹവും. ഓ, കുറച്ചൊന്നല്ല അല്ലേ. ഇവരിങ്ങനെ വലിയ ടീമായിട്ടുണ്ടാവുക. മാനും സീബ്രയും. ഇവിടെ ഇവിടെ ഒരു ആനുണ്ടതിന് ഇവിടെ. അത് അപ്പുറത്താണ് അല്ലേ. ഓ, ഡിസൈൻ എന്താ പറ്റിയല്ലോ. ഡിസൈനില് ചെറിയൊരു രണ്ടാക്കുണ്ടല്ലോ. സ്ക്രാച്ച് വന്നു.
സീബ്രനെ മടുത്തു കൊണ്ട് ഒരു പൂണൊക്കെ വെടിയുണ്ട് സീബ്ര. ഒരു സീബ്രനെ വല്ല എടുത്തിട്ട് കൊണ്ടായാലോ? നിങ്ങൾ കൊണ്ട് UK കൊണ്ടുപോയിക്കോളൂ. നാട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കൊണ്ടുപോയി വല്ല കണ്ടെയ്നർ നല്ല ഐഡിയ ആണല്ലോ. റേഞ്ച് മാറിയ കളിയാണല്ലോ. സീബ്ര ചുട്ടതില്ലേ അടുത്ത വീഡിയോ. ആനക്കുട്ടി അങ്ങോട്ട് പോവാട്ടോ. ആന പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പലതരം ആനകള്, 1 2 വെറൈറ്റീസ്. നമ്മളെ ഭാഷ തിരിഞ്ഞാലേ ഓൽക്ക് നമ്മള് മലയാളം അറിയാത്താണ് നമ്മള് സമാധാനം. ഗൂഢാലോചന നടത്തിന്ന് പറയും. അതെ. സീബ്ര ക്രോസിംഗ് കണ്ടുകണോ? കാട്ടിലെ സീബ്ര ക്രോസിംഗ്. നമ്മുടെ നാട്ടിൽ കാണുന്ന സീബ്ര ക്രോസിംഗ് അല്ല കേട്ടോ. കാട്ടിലെ സീബ്ര ക്രോസിംഗ് ഇതാണ്. നമ്മളെത്തിയപ്പോൾ സീബ്ര ക്രോസിംഗ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ തള്ളി തുടങ്ങിയപ്പോൾ തീർന്ന്. നിങ്ങൾ എപ്പോഴാണ് ക്രോസ് ചെയ്യണ മക്കളെ? ഇങ്ങോട്ട് പോരി. ഒന്ന് കുറച്ച് നേരം നിർത്തിയ ഒരു ടീം വരുന്നുണ്ട്. അടുത്ത സീബ്ര ക്രോസിംഗ് ഉണ്ടോ? ഇത് ബാക്കത്തെ മറ്റോനാണ്. ഡിസൈനിൽ വീണ്ടും എക്സ്ട്രാ പെയിന്റ് അടിച്ചോ? ചോർക്കനല്ലേ? എന്താ മോനെ? ഒന്നുമില്ല, എന്നായിക്കോട്ടെ, ഒന്നുമില്ല. സീബ്ര ക്രോസിങ് കഴിഞ്ഞ് സീബ്ര വാക്കിങ് കഴിഞ്ഞ് എല്ലാം ഉണ്ട്. ഓരോ ഓട്ടം കണ്ടോ? ഓട്ടം ചാട്ടം എല്ലാ പരിപാടി ഉണ്ട്. കുട്ടികള് തള്ളാര് അങ്ങനെ കളിയുണ്ട് നമ്മളെ ചാനലിൽ. നമ്മളെ ചാനലിൽ എല്ലാം കാണിക്കും. Lunch is on you. Hurry. അങ്ങനെ അവസാനം നമുക്ക് ജിറാഫേട്ടനെയും കിട്ടിട്ടോ. അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു ഏറ് കൊടുക്കേണ്ടി വരും മിക്കവാറും, എന്നാലേ പോകാൻ അനങ്ങുള്ളൂ. അവൻ എല്ലാവരും കൂടി കണ്ടിട്ടേ ഇങ്ങോട്ട് നമ്മളെ കണ്ട് ആസ്വദിക്കുക തോന്നുന്നു. കുറേ നേരം കഴിഞ്ഞാണ്ട് ഒരു ജിറാഫിനെ കിട്ടി. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ ഓനെ ചുറ്റുവട്ടി നിൽക്കണമുണ്ട്. ആണോ? കുറേ ആൾക്കാരുണ്ട് മുന്നിലൊക്കെ ഉണ്ട് കേട്ടോ. അവന് താഴത്തൊന്നും പറ്റൂല അല്ലേ? മേലക്ക തീറ്റ. ഉയരം കൂടൂലേ? സംഭവം എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മളീ പാർക്കിൻ്റെ സെൻറ്ററിൽ ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ഇരിക്കട്ടെ, ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ തോന്നുന്നു. നോമ്പായതുകൊണ്ട് ഫുഡ് കഴിക്കലും പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹവയ്യോ. അപ്പോൾ ഇവിടെ ശരിക്ക് ഇതിങ്ങനെ ക്യാമ്പ് സൈറ്റുകളാണ് കണ്ടോ. കുറേ ക്യാമ്പുകളുണ്ട്. അവിടെ ഒരു ക്യാമ്പ്, ഇവിടെ ഒരു ക്യാമ്പ് കണ്ടോ. ഇത് ഫുള്ള് ക്യാമ്പുകളാണ്. അപ്പോൾ ഇതിങ്ങനെ ബുക്ക് ചെയ്തോൽക്കുള്ള സ്ഥലമാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ബുക്ക് ചെയ്തുകൊണ്ട് സിംഹം വരില്ല, സിംഹവും പുലിയൊന്നും വരില്ല എന്ന് പറയണേ. അപ്പോൾ ഇവിടെ നിന്ന് ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കാം. മനുഷ്യനെ വെറുതെ ഒരു ഉപദ്രവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളേ ഇവിടുന്ന് പോട്ടെ. അപ്പം ഇനി അടുത്ത യാത്ര തുടരാം. ഞാൻ സൈഡിലൊക്കെ എന്തൊക്കെയുള്ളതൊക്കെ ഒന്ന് പോയോട്ടെ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ വൈബ് കൂടെ അങ്ങനെ പോകുമ്പോൾ ഇവിടെ എവിടേക്കോ സിംഹം ഉണ്ട് എന്നുള്ള ന്യൂസ് കിട്ടി ഇങ്ങനെ പോകട്ടെ. അവിടെ കണ്ടോ ഫുള്ള് കാട്ടുപോത്തുകൾ, ബഫലോസ് കണ്ടോ നിറഞ്ഞ് നിൽക്കണ്. ഇവരൊക്കെ കൂട്ടം കൂടിയാൽ നിൽക്കുകയാണ്. ഇവിടെ എന്തോ അത് ബഫാലോസിനെ കണ്ടപ്പോൾ നിർത്തിയാലോ ഞാൻ വേറെ എന്തെങ്കിലും കണ്ടോ വിചാരിച്ചു. ആരാ ഇതിന്റെ മേലെ കയറിക്കണ്? അത് പ്രതിമയാണല്ലേ? നല്ല ജീവണ്ടല്ലേ? അത് പൊളിച്ചുട്ടത്. അതൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. അത് ഭയങ്കര അടിപൊളി സാധനമായി. അത് കിട്ടിക്കാച്ചി സാധനമായി. എത്രയല്ലേ ബഫാലോസ്. അവിടെ സിംഹമുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇവിടെ കുറേ ഉണ്ട്, ഒരു കൂട്ടം സിംഹങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷനല്ല. ഈ പുല്ലിൽ കയറാൻ പാടില്ല. ഈ റോട്ടിൻ്റെ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. അതിലൊക്കെ അങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ സിംഹത്തിനെയും കിട്ടിയിട്ടോ. പക്ഷെ ഒന്നുകൂടി ക്ലോസായി കിട്ടിയ ഒരു ഇതായിന്.
നമ്മളെ കാട്ടിലെ രാജാക്കന്മാരെ പുറത്തേക്ക് വരുന്നതും കാത്തങ്ങനെ ഇരിക്കട്ടെ പോലൊക്കെ വണ്ടിയൊക്കെ ഓഫാക്കിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലാണെങ്കിൽ ആ വെയിലാറാതെ ഞാൻ അവിടെ നനങ്ങൂല. അങ്ങനെ കാത്തിരുന്ന് ചുള്ളന്മാർ പുറത്തിറങ്ങി തുടങ്ങിട്ടോ. ഒരാൾ ഇതാ ഇവിടെ കണ്ടോ, മറ്റുള്ളവരൊക്കെ ഇതാ അവിടെ ഇതിലൊക്കെ ഇങ്ങനെ മെല്ലെ പുറത്ത് ഇറങ്ങുക. അവിടെ 1 2 3 4 ആൾ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരാളും 5 ആളുണ്ട് കേട്ടോ. അതിന് കൂടുതലുണ്ടാവും, അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഏതായാലും ഒക്കെ പെണ്ണുങ്ങളാ. ഇപ്പോൾ നോമ്പ് വെറ്റുകാണ്ട് ഒരാളുണ്ടോ? ഞാൻ വിചാരിച്ചു ഈ നോമ്പ് വെറ്റുകാണ്ട് ഈ പെണ്ണുങ്ങളെ കാണാനാണ് ഇപ്പോൾ ഇവിടെ നിന്നത്. അവർക്ക് എത്താതെ നമ്മളിങ്ങോട്ട് വന്നത് പിന്നെ അവിടെ കടന്നു. ആ എന്താ പോണ്, ഇപ്പം എന്താ പോണ്? കാണുന്നുണ്ടോ ചുള്ളനെ അടുത്ത്? ഇതേ ഇവിടെ കിടക്കുന്നതാ. പൊള്ളി. രണ്ടാമത്തെ ചുള്ളനും ഇറങ്ങി വന്നിട്ടോ. അപ്പോൾ 2 ആളായി ഇവിടെ. ഇനി അടുത്ത ആൾ വരും. ഇങ്ങനെ ഒരു സ്കെച്ചിട്ട് അപ്പുറത്ത് ഇതേ കാറിൻ്റെയൊക്കെ അപ്പുറത്ത് അവിടെ കാട്ടുപോത്തുകളുണ്ട്, വലിയ കൂട്ടം. ഓലയാണ് ഈ നോട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായി വന്നിങ്ങനെ സ്കെച്ച് ചെയ്ത് വരികയാണ്. ബാക്കിയുള്ളവർ ഇപ്പം ഇനി ഇങ്ങനെ മെല്ലെ വരും. ഇപ്പോൾ ആദ്യം ഒരാൾ വന്നു, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു. അതന്നെ ഒരു വിശക്കുണ്ട് അല്ലേ, കണ്ടിട്ടൊരു ചെറിയൊരു വിശപ്പൊക്കെ ഉള്ള മാതിരി ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ രണ്ടിങ്ങിൻ്റെ ചാൻസും ഉണ്ട്. ഓഹ് അതും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പോയി കാണി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. നീ പൊന്നപ്പനാടാ പൊന്നപ്പൻ. അത് നോമ്പ് പറ്റിയില്ല കേട്ടോ, അല്ലെങ്കിൽ നോമ്പേക്കാരം. അതാണ് വിശപ്പ്. ചിലപ്പോൾ ഇനിയിപ്പോൾ 6:30 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ കേട്ടോ. ഹണ്ടിങ് കണ്ടോളി. ഒരുമിച്ച് ഒറ്റക്ക് പോണു. ഹണ്ടിങ് തന്നെയാണ്. ഒരിടത്തില്ല കേട്ടോ. നമുക്ക് വല്ല പോയേക്കണോ? ഹണ്ടിങ് ഇവര് നീച്ചില്ല, ഇവര് നീച്ചില്ല. മറ്റൊരു വല്ല ഒട്ടിക്കണ്. അവിടെ ഓമ്പുണ്ട്. പക്ഷെ ഇങ്ങോട്ട് പോണ്ട, കുറേ അങ്ങോട്ട് എത്തി. അവിടെ നിൽക്കുകയാണ്. മറ്റവനിത് അവിടെ എത്തിക്കാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ പോയി കാണുന്നുണ്ട്. അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് നോക്കിക്കണ്ട്. എന്തായാലും ഒരു ഹണ്ടിങ്ങിനുള്ള ചാൻസ് കാണുന്നുണ്ട്. എൻ്റെ മോനെ ഇവല് ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെ ഇവലെ പ്ലാനിങ് എന്നാണ് നമ്മൾ കാട്ടിലെ നിയമം പഠിക്കാനുള്ള ശ്രമമാണ്. ആദ്യം ഒരുത്തിനെ വിട്ടു, പിന്നെ ഒരുത്തിനെ വിട്ടു. പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് മാറും. ഞങ്ങൾ ചങ്സാ. എത്ര അടുത്താ ലെവലിരിക്കണ്, ഒരു പ്രശ്നമില്ല. പുറത്തന്നെ പൈസ അല്ല, യാതൊരു പ്രശ്നമില്ല. കറക്റ്റല്ലേ ഹിന്ദി? 5ാമത്തെ ആൾ വന്നു. ഒരാൾ നീച്ച് ഓടിയില്ലേ? 5ാമത്തെ ആൾ. ഇവിടെ 4 ആളായി. ഇവർ ഇങ്ങനെ ഓരോരുത്തർ വരികയാണ്. ഗെയിം ഇവിടെ തീരുമോ മക്കളെ? ഒന്നുകൊണ്ട് ഇറങ്ങിയാലുണ്ടല്ലോ നല്ല അടിപൊളി ഒരു ഹണ്ടിങ് കാണാം. ഇറങ്ങി മക്കളെ, ചാടി ഓടി ഇങ്ങോട്ട്. നമ്മൾ വണ്ടി പോകണല്ലേ? ഇല്ല, ഗ്ലാസ് വെക്കാനുള്ള നല്ല ക്ഷമ ലെവൽക്ക്. ചില്ലറ ക്ഷമ ഒന്നല്ല. ഹണ്ടിങ് ആണെങ്കിൽ നമുക്കും നല്ല ക്ഷമമാണ്. അതാ 5ാമത്തെ അമ്മോ ആണ് വന്നു. ഇങ്ങനെ കാട്ടിൽ സിംഹം വന്നു കേട്ടോ. എല്ലാവരും വന്നു. സിംഹ തലക്കെ. 5 ആള് ഒരു ഫ്രെയിമിൽ. ഫോട്ടോ എടുക്കുന്നത് വേറൊരു സിംഹവും. ഞാൻ പുലിയ സിംഹടാ. ഞാൻ പുലിയാന്നല്ലേ. ഒരു പുലി 5 സിംഹങ്ങളുടെ വീഡിയോ എടുക്കണം. നിങ്ങൾ തൊടൂല, ഞങ്ങൾ ചങ്ക്സാണ്. മക്കളെ ഇതാ പോണ്, സിംഹതാ പോണ്. ഇതൊരുങ്ങി ഇറങ്ങിയതാണ് മക്കളെ. ഇവലിതാ ഒരുങ്ങി ഇറങ്ങിക്കണ്. ഇവലിതാ റെഡായി നിൽക്കുക, ഓടാൻ റെഡായി നിൽക്കുക. അതാ വന്നു അടുത്ത ഇറങ്ങി. ഇതാ വാ, ചങ്കും കരലും. രാജാവ് ബാക്കിൽ കേട്ടോ. എന്നിട്ട് പെണ്ണുങ്ങളെ അയക്കാണ്, നിങ്ങൾ പോയി പിടിച്ചു വരും മക്കളെ എന്ന് പറഞ്ഞാണ്ട്. ഒരാൾ കുറച്ച് ദൂരെ, 2ാമത്തെ ആൾ ഇവിടെ, മൂന്നാമത്തെ ആൾ ഇവിടെ, ബാക്കി 3 ആൾക്കാർ ഇവിടെ.
മോനെ വാ മോനെ വാ നീച്ചിട്ടോ പിന്നെ വണ്ടി സ്റ്റാർട്ട് റെഡി അല്ലേ? ആ നല്ലൊരു ഹണ്ടിങ്. Everyone going together. എല്ലാവരും നീച്ചിറങ്ങിട്ടോ. എല്ലാവരും അതാ ഓല് അവിടെ 4 ആൾ അവിടെ, 3 ആൾ ഇവിടെ, ഒരാളിതാ ഇവിടെ, 7 ആളായിപ്പോൾ. ഓ പൊളി സാധനം. എന്നാൽ മെല്ലെ നീങ്ങിക്കോ. ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ ഇവിടെ. ഞങ്ങളെ തൽക്കാലം ഒന്നും നീങ്ങിയാണ്ട് നമ്മൾ ആ ഹണ്ടിങ് അവിടെ ചെയ്യണ്ടോ നോക്കട്ടെ കേട്ടോ. ഇവിടേക്ക് ഈ രാജാവല്ലേ ഇവിടേക്ക് ഞങ്ങൾ പോയൊക്കെ വരാം. പെണ്ണുങ്ങളെ ഫുള്ള് കിട്ടുമോ? ആ ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോയേക്കാം. ഒരു രക്ഷയില്ലാത്ത സീനാ. സെറ്റ് സാധനം. ബാക്ക്ഗ്രൗണ്ടിലല്ല ഫോണിൽ ഫുള്ള് സിംഹങ്ങള്, കണ്ണടച്ച സിംഹമൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ണറിഞ്ഞ് മെല്ലെ മെല്ലെയാണ് നമ്മള് പോലെ ഹണ്ടിങ്ങിന്റെ ഭാഗ. ഇതിപ്പോ ശരിക്കും ഇപ്പൊ നമ്മള് ഹണ്ട് ചെയ്യണ മാതിരി ആയിട്ടോ. കാരണം നമ്മള് പ്ലാൻ ചെയ്ത് ഓൾക്ക് പറഞ്ഞു കൊടുക്കുക, അതേപോലെ ഓല് എക്സിക്യൂട്ട് ചെയ്യുക. ഓല് ഇവിടെ ഉറപ്പിച്ചോ? അല്ലെങ്കിൽ മെല്ലെ മെല്ലെ മൂവ് ചെയ്യും. ഒരു മടിയന്മാരാട്ടോ. ഇടക്കിടക്ക് റെസ്റ്റ് എടുത്ത് ചായ കുടിച്ച്, ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ച് മറ്റുള്ള അറിയരുതല്ലോ ഇവര് വരുന്നത്. ആ രീതിയിലൊക്കെ കളി. മലങ്ങും സിംഹമായപ്പോ ഈ സിംഹത്തിനെ കാണണ്ടല്ലോ, ഇനി വേറെ എന്തെങ്കിലും ജീവനെ കാണാൻ. അതാണ് കുറച്ചുകൂടി മുന്നോട്ടായി കിട്ടും. ഇവനിവിടെ ഒരു 4 ആൾക്കാർ ആ മരത്തിന്റെ ചോട്ടില്, ഒരു കുറച്ച് 2 ആൾക്കാർ അവിടെ, ഒരാൾ ബാക്കില്, മൊത്തം നമുക്ക് പോവാം. നമുക്ക് ഹണ്ടിങ് ഞങ്ങളവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോട്ടോ. അവിടെ ഉണ്ട് കേട്ടോ. വരാ ഇജ്ജ് വരണ, ഇനി വരാക്കരുത്. ഒക്കെ പറഞ്ഞാണ് ഞാൻ വന്നില്ലെങ്കിൽ ആകെ കൊളാവേ. യു അണ്ടർസ്റ്റാൻഡിങ്? യു അണ്ടർസ്റ്റാൻഡിങ്? മറ്റേ ടീം വരുന്നുണ്ട് എവിടെ? അതാ അവിടെ യജാതി വരവ്. രാജകീയത പറഞ്ഞാൽ തന്നെ കേട്ടോ, വല്ലാത്ത സംഭവം തന്നെ. ഓ എത്ര ആളാ നോക്ക് വരിക്ക്. 1 4 5 ആള്. അപ്പൊ എണ്ണം കൂടിയാലോ? 8 9 അല്ലല്ലോ. ഇതെവിടെ ഒരാള് അവിടെ കിടക്കണുണ്ടോ? താഴെ ഇവിടെ 5 ആള്, അവിടെ എത്ര 9 10 ആളൊക്കെയല്ലോ. അതൊക്കെ ഓല് സിംഹത്തിന് നോക്കി നിക്കാണ് ആ മാന്. രക്ഷപ്പെട്ട മാനെ. അതാ മാൻ ഇങ്ങോട്ടാ വരില്ലേ. നമുക്ക് അവിടെ പോയി നിക്കാം എന്തായാലും. Better to stop over there, is it? Because target is there. Can I move forward? Yeah. ആ കുരിശുമ്പോ കയറിയ മാനത അവിടെ തന്നെ നിക്കണി. എത്ര നേരായോ? ഞാൻ ആദ്യം പ്രതിമയെന്ന് വിചാരിച്ചിരുന്നു അങ്ങോട്ട് പോയപ്പോ. ഇപ്പോഴും അത് അവിടെ നിൽക്കണം. മറ്റേ മാനും കൂടി വരണോ ഓരോ അടുത്തേക്ക്. ഓല് മിക്കവാറും ഒന്ന് തീരുമാനമാവും. ഇതാണ് ഇന്നത്തെ മക്കളെ 2 മാനെ എന്നെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്. രക്ഷപ്പെട്ടോണെങ്കിൽ രക്ഷപ്പെടല്ലേ? അവിടെ എത്ര 10 സിംഹങ്ങളാ വരുന്ന മക്കളെ. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളി. ഞാൻ ഒറ്റ കൊടുക്കും. എനിക്ക് പാവം മാനെ കണ്ടിട്ട്. ആ മേലെ നിൽക്കണോന് കൊറേ നേരമായി സ്റ്റാച്ചു ആയി നിക്കണേ. അത് സിംഹം തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇത് പ്രതിമ. ഓടുണ്ട് മോനെ, ഓടാൻ തുടങ്ങി. വരവുണ്ട്. മാന് രക്ഷപ്പെട്ട്, മാന് റൺ ചെയ്തു. ഇവന് മിക്കവാറും ഇതാട്ടോ ഇന്നത്തെ തരാ. മിക്കവാറും ഇവനെന്ന തരാ ഈ മേലെ നിക്കണോന്. ഓട്ട എത്ര നേരായി. നമ്മളങ്ങ് പോയപ്പോ 2 3 4 മണിക്കൂറായിട്ട് അവൻ അവിടെ നിക്കുന്നുണ്ട്. രാജകീയ വരവാട്ട അവിടുന്ന്. നമ്മളെ പ്രതീക്ഷകൾക്ക് ഒക്കെ വിരാമം വിട്ട് ഓന് ഓടിട്ടോ. അപ്പൊ ഇനി സിംഹത്തിന് അല്ലല്ലോ ഇവിടെ. നമ്മളെന്തൊക്കെയോ പ്രതീക്ഷിച്ചതായിരുന്നു. അത് ഓൻ അവിടെ പോയി തിരിഞ്ഞിക്കുന്നുണ്ട്. ഞാൻ ഓനോട് പറഞ്ഞ് 2 ആളോട് പറഞ്ഞു കൊടുത്തതാണ് ഞാൻ പൊയ്ക്കോളി എന്നുള്ളത്.
നമ്മളധികം പോണ്ട, സിംഹം വരുന്നുണ്ട്. ഇവിടെ നോട്ടെ ഓടി ഓടണോട് ആ ഓനെ രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനല്ല, സിംഹം ഓടുന്നില്ല. ആ കുട്ടി മിണ്ടണില്ല പറഞ്ഞില്ലേ, സിംഹം ഓടുന്നില്ല. സിംഹം കൂടി ഓടിയാലേ അതിന്റെ ഒരു ഇത് അതിൻ്റെടാ ഹണ്ടിങ് കാണാനും ബോധ്യമുണ്ട്, മാനിനെ കൊല്ലണ കാണാനും ബോധ്യമില്ല പറഞ്ഞില്ലേ. ഇനി ബഫാളോ ഉണ്ട് ഇവിടെ. ബഫാളോ ഫുള്ള് വലിയ ടീം ഇത് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ബഫാളോ എല്ലാം കൂടി ഒരുമിച്ചാണ് നീങ്ങുന്നതായി. ഒരു ഒരാളാവാൻ വേണ്ടി നേരത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓൻ ഇവിടെ ഉണ്ട്. എന്താ പറഞ്ഞ താത്ത എന്ന് പറഞ്ഞേ ഈ ലൈനാണ് എണ്ണം കൂട്ടി മാക്സിമം ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ ആദ്യം ഒരാളേനു അതിങ്ങനെ എണ്ണം കൂടി 10 ആയില്ലേ. ആ കൂടിയത് ഓരോരുത്തരും ഓരോ ഏരിയയിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി മനസ്സിലായോ. ഓലിങ്ങനെ വലിയൊരു റൗണ്ടാണ് ഓല് ഉണ്ടാക്കണേ. ഓരോരുത്തരും ഓരോ സൈഡിക്ക് മാറി ഒന്നിനെങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോവാ. ഇനി ഏകദേശം ഒരു വൈകുന്നേരം, അതായത് ഒരു 6 മണിക്ക് ശേഷമാണ് ഓല് ഹണ്ട് ചെയ്യാന്ന്. അതായത് പകല് ചൂടത്ത് മൃഗങ്ങൾ പെട്ടെന്ന് വില കാണും. ഇപ്പൊ കണ്ടില്ലേ, പോയി നമ്മൾ കണ്ട മൃഗങ്ങളൊക്കെ ഒറ്റടിക്കാണ് സിംഹങ്ങളെ കണ്ടുകാണ്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അടുത്ത ആ മാനിപ്പതും ഇപ്പോഴാ ഓടിക്കൊണ്ടിരിക്കണം അവിടെ. അപ്പോൾ പിന്നെ ഓൽക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 6:30 ആ സമയം വരെ ഉള്ള ഇങ്ങനെ പോലെ ഒന്നിനെ ഫോക്കസ് ചെയ്ത് അതിനെങ്ങനെ റൗണ്ട് ചെയ്ത് അവസാനം അവനെ ഓടിച്ചിട്ടൊരു അറ്റപ്പെടുത്തും സടപടെ കടിച്ചിട്ട് വരെ തീർന്ന് ജാതി കളി. അതാണ് കാട്ടിലെ സിംഹത്തിന്റെ വേട്ടയാടൽ തന്ത്രം. ജാതി സാധനല്ലേ. നമ്മൾ കുറച്ചേരം കൂടി ഒരു 6 മണി വരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഗൈഡ് പോവാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടാണ്ട് ഫുള്ള് കണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. 2-3 മണിക്കൂർ എൻട്രൻസിലേക്ക് 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പോവാ കുറേ നേരം പറയലോ തുടങ്ങിയിട്ട്. ഏതായാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം ഒന്ന് കിട്ടി. ഇജാസ് അല്ലെങ്കിലും ബർക്കത്തുള്ളവനാ. എനിക്ക് അപ്പോഴേ തോന്നിയിരിക്കണേ. അതെ എങ്ങോട്ട് ഓടണാക്കണേ. വാ അതാ ഓൻ തിരിഞ്ഞെന്ന് പെരുഞ്ചാട്ട് ഓടേന്, ചാടി ഓടേന്. ഓടി വന്ന ഒന്നും നോക്കണ്ട കേട്ടോ. ആനന്റെ മാതിരിയല്ല. അതാ ഇവിടെ ടീം ഓരോ ബാക്കോട് വരും കേട്ടോ. അല്ലേ സിംഹം ഒട്ടറിന മാതിരി നമ്മള് ഒട്ടറിനുണ്ടോ അവിടെ നോക്ക്, ടീം നോക്ക്. എല്ലാവരും ഇറങ്ങാണ്. ഓല് ഈ ചളിയിൽ ആസ്വദിക്കാൻ വന്നതാ. അവിടെ മാനുണ്ടല്ലേ. ഇത് വാട്ടർ ബക്സ് അല്ലേ? ഇത് വാട്ടർ ബക്സ് അല്ല, ഇത് മറ്റേതാണ് കലമാന്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? ടോപ്പി. അവിടെ അപ്പുറത്ത് സാധാ മാനുണ്ട്. അതിലേ ഒരു സിംഹം കേട്ടോ, വീണ്ടും അവിടെ ഒരു സിംഹം. ഇത് സിംഹങ്ങളുടെ കളിയാണ് ഇന്ന് ഫുള്ള്. സിംഹങ്ങളെ കളി. എജാതി പാർക്കിന്റെ ലോങ് വ്യൂ നോക്ക്. അവിടെ വേറൊരു ലേക്ക് ഉണ്ട്. എന്താ പറഞ്ഞേ? സോറി, വാട്ട് ഈസ് ഇറ്റ്? Was like if he keeps stopping we pass on him. ഓക്കെ ഒലിഞ്ഞു നിർത്തുകയാണെങ്കിൽ പാസ് ചെയ്യാൻ അല്ലേ. പക്ഷെ ജാതി പാർക്കിന്റെ മൊത്തം ഒരു വ്യൂവും എല്ലാം കൂടി അല്ലേ. സിംഹത്തിനൊക്കെ കണ്ടപ്പോ പാർക്കിന്റെ ചൊറുക്കങ്ങോട്ട് കൂടിയാ മാതിരി. അങ്ങനെ ചൂടാകുമ്പോൾ കാണാൻ പ്രയാസം. ചൂടാകുമ്പോ പക്ഷെ ഇനി വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഇറങ്ങും. പക്ഷെ നമ്മൾ ഏകദേശം എൻട്രൻസിക്ക് 3 മണിക്കൂറോളം യാത്ര ഉണ്ടായതുകൊണ്ട് ഇപ്പൊ 3:30 ആയി. 6 മണിന്റെ ഉള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ ഫൈന് ഓരോരുത്തർക്ക് $150 വെച്ച് എന്നൊക്കെ അവള് പറയണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ $450 നമുക്കൊരു പ്രശ്നമല്ല. UK പൗണ്ട് ഇറക്കണോണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലാസ് ഒക്കെ പൊക്കി AC ഒക്കെ ഇട്ട് അല്ലേ ഒന്നാണ് പറക്കാം. നമുക്ക് ജാതി എക്സ്പീരിയൻസ് ആണ് മക്കളെ. റുവാണ്ടയില് അക്കഗര നാഷണൽ പാർക്കിൽ ഇത്രയും സിംഹങ്ങളെ ആരും ഒരുമിച്ച് കണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഏതായാലും പൊളി എക്സ്പീരിയൻസ്. ഹണ്ടിങ്ങിന്റെ വക്കത്തെത്തി. പക്ഷെ ഓടി രക്ഷപ്പെട്ടു മാന്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഹണ്ടിങ്ങും കിട്ടിയിരുന്നു. നമ്മളെ അയ്യൂബായും നമ്മളെ ഇജാസും ഞങ്ങളെന്തായി നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ
നമ്മളെ അക്കകര നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുള്ള വീഡിയോസും നമ്മളെ ഹണ്ടിങ് നമ്മളെ ലയണ് മൊത്തം നമുക്കൊന്ന് അടിപൊളിയായിരുന്നു. നമ്മളെ പിന്നെ എന്താണ് റൈനോ നമ്മളെ ഏകദേശം ഹിറ്റ് ചെയ്തു നമ്മൾ കുത്തി എന്നുള്ള രീതിയിൽ ഏകദേശം നമ്മളടുത്ത് കൂടെ പാഞ്ഞു. പിന്നെ അതേമാതിരി ആന ഏകദേശം കുത്തി മറിച്ചിട്ടു എന്നുള്ള ലെവലിലായി. അത് കഴിഞ്ഞ് സിംഹവും പിന്നെ സകല മൃഗങ്ങളും തലങ്ങും വിലങ്ങും അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അക്കകര നാഷണൽ പാർക്കിൽ ഇത്രയേറെ പിന്നെ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ടുള്ള റൈഡ് ആദ്യമായിട്ടോ. കുറേ നമ്മൾ പൊതുവേ അങ്ങോട്ട് വരുമ്പോഴൊന്നും നമുക്ക് ഇത്രയും മൃഗങ്ങളൊന്നും കാണാറില്ല. അഡ്വഞ്ചർ ട്രിപ്പുകളും യാത്രകളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കി. എല്ലാവരും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എല്ലാവർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത മനോഹരമായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.